ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നടത്തം. പത്താഴത്തിന് ശേഷവും 10 കാതം നടക്കണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ എന്താണെന്നറിയോ, ഒരു അരുവിയുടെ ഓരം പറ്റി 1-ാം ക്ലാസ്സിലെ 9 കുട്ടികളും അവരുടെ അധ്യാപികയും നടന്നു. അതിൻ്റെ ഇരുകരകളിൽ എന്തൊക്കെ ഉണ്ട്, കടുകിൻ പൂക്കളുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്, പിന്നെ ഇന്ന് കൂറ്റൻ കെട്ടിടങ്ങൾ തിങ്ങിയിട്ടുണ്ട്, പക്ഷെ പഴയ കാലത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവള് ചോദിക്കുന്ന സംശയങ്ങൾ. അവിടെ ഒരു കിണറുണ്ട്, ആ കിണർ കല്ല് കെട്ടി ഉണ്ടാക്കിയതുപോലെ ഇരിക്കുന്നു, അവരുടെ നെഞ്ചോളം പൊക്കമുണ്ട്, പലക കൊണ്ടുള്ള അടപ്പ്. അപ്പോൾ എന്ത് പറ്റി, അവരെല്ലാവരും എത്തി വലിഞ്ഞ് അതിനകത്തേക്ക് നോക്കി കുറ്റാക്കുറ്റിരുട്ടാണ്. അപ്പോഴാണ് ഇവൾ പെട്ടെന്ന് രാത്രിയിലെ നക്ഷത്രങ്ങളെക്കുറിച്ച്, അതാണ് ഒരു ചിന്ത കണക്ട് ചെയ്ത് വേറൊരു ചിന്തയിലേക്ക് പോകുന്നു. അപ്പോൾ അതെന്താ, കത്തിത്തിളങ്ങുന്ന വാൽനക്ഷത്രം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇരുട്ടിനിടയിൽ കല്ലുകളുടെയോ കോൺക്രീറ്റുകളുടെയോ കൂന പോലെ എന്തോ മാത്രമല്ലേ കാണുന്നുള്ളൂ, ഇതിനെല്ലാം തിളങ്ങുന്ന വാൽനക്ഷത്രം ഇല്ലാത്ത. ഉടനെ ഇവൾ തന്നെത്താനെ ചോദിക്കുക, ഓ ഇപ്പോൾ ഉറങ്ങായിരിക്കും നക്ഷത്രം, പകലല്ലേ. അതാണ് എന്ത് കൗതുകകരമായിട്ടാണ് അവളുടെ ചിന്തകൾ പോകുന്നത്, എത്ര ഭംഗിയായിട്ടാണ്, എന്തൊരു സൗന്ദര്യമാണ് ആ ചിന്തകൾക്ക്. അപ്പോൾ അവൾ പറയാ, നക്ഷത്രം ഉറങ്ങുമോ? വലിയ വട്ടക്കണ്ണുകളിൽ ഒന്നുകൂടി വിടർത്തിക്കൊണ്ട് സാക്കോച്ചാൻ അവളോട് ചോദിച്ചു. അതെ, പകൽ ഉറങ്ങായിരിക്കുന്നേ, രാത്രിയിൽ ഉണർന്ന് തിളങ്ങും. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ആദരണീയനായ അൻവർ അലി സാറാണ് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടിയിലേക്ക് ഒരു പരകായ പ്രവേശം പോലെ ഇറങ്ങി വന്നുകൊണ്ടാണ് ആ കൗതുകത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആ ട്രാൻസ്ലേഷൻ്റെ മധുരിമയാണ് ഇത് വായിക്കുമ്പോൾ നമുക്കുണ്ടാവണേ. അതെ, പകൽ ഉറങ്ങായിരിക്കും കേട്ടോ, രാത്രിയിൽ ഉണർന്ന് തിളങ്ങും. ഓ, അതിനൊരു സൊല്യൂഷനും അവർ കണ്ടുപിടിച്ചു. കൊച്ചു കുഞ്ഞുങ്ങൾ അങ്ങനെയാണേ, അവരുടെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾക്ക് അവരപ്പം തന്നെ ഉത്തരം കൊടുക്കും. കൊതുമ്പ് വള്ളങ്ങൾ അവർ കുളക്കരയിലേക്ക് നടന്നു. മിനുസമുള്ള വെള്ളാരം കല്ലുകൾ പെറുക്കിയെടുത്ത് കല്ലറകൾക്ക് ചുറ്റും കളം വരച്ച് വട്ട് കളിച്ചു മതിയാവോളം. സൂര്യൻ ചാഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് പോകാം എന്ന് ടീച്ചർ പറഞ്ഞു. ഇവിടെ നടന്ന് എന്താണെന്നറിയാവോ, അവർ പോലും അറിയാതെ ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും കാതലായ പഠനങ്ങളായിരുന്നു ഈ യാത്രകളെന്ന്, അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അലഞ്ഞു തിരിയലിൻ്റെയും നിമിഷങ്ങളെന്ന് ഇപ്പോൾ അവരറിഞ്ഞില്ല. അവർ പോയി കാണട്ടെ എന്ന്. നമ്മൾ സ്കൂളിൻ്റെ ഈ ഒരു എന്താ പറയുന്നത് കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സിലബസിനകത്ത് ഇരിക്കുമ്പോഴും അതിനോട് ബന്ധപ്പെട്ട യാത്രകൾക്ക് ചെയ്യാൻ അവരെ അനുവദിക്കുക. അറ്റ്ലീസ്റ്റ് അവരുടെ വീടിരിക്കുന്ന സ്ഥലങ്ങളും അതിന് ചുറ്റുപാടുമുള്ള സമൂഹത്തെയെങ്കിലും അറിയാൻ. നാട്ടിലൊരു ഗ്രന്ഥശാലയെ അല്ലെങ്കിൽ ഒരു ആശുപത്രിയെ അല്ലെങ്കിൽ വേറൊരു സ്കൂളിനെ ഒക്കെ അവർക്ക് കാണാൻ, അല്ലെങ്കിൽ അവരുടെ പഞ്ചായത്തിനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്കിലും ഒക്കെ അറിയാൻ സാധ്യമായ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുന്നത് ക്ഷേത്രങ്ങളെ, ആരാധനാലയങ്ങളെ, ക്ഷേത്രങ്ങളെ ആയാലും മോസ്കിനെ ആയാലും പള്ളികളെ ആയാലും ആ കുട്ടികൾ സ്വതന്ത്രമായിട്ട് കാണട്ടെ, അവിടെ നടക്കുന്ന എന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ. എന്നിട്ട് സ്വതന്ത്രമായിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു രീതി അവർ കണ്ടെത്തട്ടെ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇനി അവൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് വിശേഷങ്ങൾ ചോദിക്കുന്നില്ല എന്നാണ്. അമ്മമാർക്കും അച്ഛന്മാർക്കും നേരമില്ല. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികളിൽ നിന്നും കേട്ട് നിൽക്കുന്നതാണ്. പ്രശ്നക്കാരായ കുട്ടികളോട് നമ്മൾ ചോദിക്കും, എന്താ പ്രശ്നം? ഓ, അമ്മയും അച്ഛനും തിരക്കടിച്ചിട്ട് അവിടെ എങ്ങും ആരും ഒന്നും ചോദിക്കാറില്ല. പണ്ട് അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും അവർക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു കുട്ടികളെ അറിയാൻ. അവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ടോട്ടോ ചാനലിലെ വായടച്ച് വെക്കുകയില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ പണ്ട് എന്നെ ബെഡായി എന്ന് വിളിച്ചിരുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴും സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഒരു ചോക്ക് ബെഡായിയും കൊണ്ടാണ് വരുന്നത്. കുറേ അച്ഛൻ കേട്ടതിന് ശേഷം അതൊരു ക്ഷമയാണ്. പറയുന്നതിലൊന്നും കഴമ്പുണ്ടാവില്ല. അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോയതും സിനിമ കാണാൻ പോയതും ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ എന്നാൽ അത് ക്ഷമയോടെ കേട്ടിട്ട് ബാക്കി കമലം ഇനി നീ കേട്ടോ എന്ന് പറയുമ്പോൾ അത് നമുക്ക് തൃപ്തിയാണ്. ഓ, അത്രയും കേട്ടു, ഇനി അടുത്ത ചാക്ക് കഴിക്കണം എന്ന് പറയുന്നിടത്ത് നമ്മൾ കാണുന്ന ഒരു ക്ഷമയുണ്ട് നമ്മളെ കേൾക്കാൻ. അപ്പോൾ ആ ക്ഷമയോടെയാണ് അമ്മ അവൾക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കുസൃതികളാണ് അവൾ കാണിക്കുന്നതെങ്കിൽ പോലും അതിൻ്റേതായ രീതിയിൽ സമീപിക്കാൻ പറ്റുന്ന ഒരു അധ്യാപകനും അവളുടെ അമ്മയും എന്ന് പറയുന്നിടത്താണ് ഈ ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ മീനിങ് ഞാൻ പറഞ്ഞു, എല്ലാ അന്വേഷണങ്ങളും അവനവൻ്റെ പേരിൽ നിന്ന് ആരംഭിക്കണം. ഇവിടെ ടോട്ടോച്ചാനോട് ചോദിച്ചു, ടോട്ടോച്ചാൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ആൺകുട്ടിയാണെന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോറു എന്ന് പേരിടാനാണ് നിശ്ചയിച്ചത്. തുളച്ചു കയറുന്നത്, നൈരന്തര്യമുള്ളത്, ശബ്ദം പോലെ മുഴക്കവും സ്ഫുടതയുമുള്ളതെന്നൊക്കെയാണ് ടോറുവിൻ്റെ അർത്ഥം. പക്ഷെ അത് പെൺകുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ടോറുവിൻ്റെ പേരിൽ തെറ്റ്സു എന്ന് തിരഞ്ഞെടുത്തിട്ട് കോ എന്ന പ്രത്യയം കൂടി ചേർത്തു. അപ്പോൾ തെറ്റ്സ്കു കോച്ചാൻ എന്നാണ് ഇവളെ എല്ലാവരും വിളിച്ചത്.
അപ്പോൾ ആ സാൻ എന്നത് കൂടിയ ജനകീയമായ ഒരു രൂപമാണ് ചാൻ എന്ന് പറയുന്നത്. ടോട്ടോ ചാൻ എന്നാണ് അവർ വിളിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഈ റോസാ ചെടികളിൽ നിന്ന് പൂച്ചുകളെയൊക്കെ അടിച്ചോടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുന്നത്, ആൺകുട്ടിയാണ് എന്ന് തെറ്റ് ആയിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അതല്ല എന്ന് കണ്ടപ്പോൾ ആ ഒരു നൈരന്തര്യമായത് എന്നർത്ഥം വരുന്ന രീതിയിലുള്ള ആ വാക്കിനെ അവർ സ്ത്രീയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, സ്ത്രീ ലിംഗം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടോട്ടോ ചാൻ എന്ന്, ടോട്ടോ ചാൻ എന്നല്ല പേരിട്ടത്, ടെറ്റ്സു കോച്ചാൻ എന്ന് അവൾക്ക് പേരിട്ടത്. കുട്ടികൾക്ക് സഹജമായ ഫലിതബോധമുണ്ടെന്ന് പലരും മനസ്സിലാക്കാറില്ല. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്ന് കുട്ടികൾക്കറിയാം. ഏത് പറക്കുമുറ്റാത്ത പ്രായത്തിലുമായിക്കോട്ടെ ശരിയായ ഫലിതം കടന്നു വരുമ്പോൾ അവർ അറിഞ്ഞു ചിരിക്കും. ഒരു കുഞ്ഞു കുട്ടി അതിങ്ങനെ ഏതെങ്കിലും അവന് ഇഷ്ടമുള്ള ഒരു പൂച്ചയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോള് കാണിച്ചാൽ അതിൻ്റെ ചലനത്തിൽ പോലും അവർ ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊരു പുതിയ അറിവ് തന്നെയായിരുന്നു. പിന്നീടുള്ളത് ഇതിനകത്ത് ലൈബ്രറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പുതിയ തീവണ്ടിയിലാണ് റെയിൽവേ കോച്ച് ഒരു പുതിയ റെയിൽവേ കോച്ച് വരുന്നു, അതിനകത്ത് പുതിയ പുതിയ പുസ്തകങ്ങളിലേക്ക് അവർ കൊണ്ടുവരുവാണ്. അപ്പോൾ അങ്ങനെയാണ് ആ പുസ്തകങ്ങളെ ആകർഷണീയമായ രീതിയിൽ, നിർഭാഗ്യവശാൽ നമുക്കിവിടെ ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രൈമറി സ്കൂളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ ബാലസാഹിത്യം, അത് പറയാതിരിക്കാൻ വയ്യ. കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ബാലസാഹിത്യം എന്ന് പറയുന്ന ഒരു വിഭാഗം തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിൽ ഇല്ല എന്നുള്ളത് വളരെ പ്രയാസപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ബാലസാഹിത്യം എന്ന് പറയുന്നത് ശരിക്കും പ്രൈമറി ഒരു 4 വയസ്സ് വരെയോ അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെയോ ഉള്ള കുട്ടികൾക്കല്ല, അഡോളസൻ്റ് ആയിട്ട് ഒരു 15 വയസ്സ് വരെ അവരുടെ പ്രശ്നങ്ങളെ പരാമർശിക്കുന്ന കൃതികൾ, വളരെ ഗൗരവകരമായ കൃതികളുണ്ടെങ്കിൽ പോലും അവ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇവ ബാലസാഹിത്യത്തിൽ ഉൾപ്പെടുന്നില്ല. എങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം വിലയിരുത്തുകയും വളരെയധികം ശ്രദ്ധിക്കുകയും ഗൗരവകരമായി എടുത്തുകൊണ്ട് കൗമാര സാഹിത്യം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്കെങ്കിലും അതിനെ ഉൾപ്പെടുത്തുകയും ചെയ്തില്ല എങ്കിൽ സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ വളരെ ഗൗരവകരമായ കൗമാരക്കാരുടെ പ്രശ്നങ്ങളെ പരാമർശിക്കുന്ന, അവരുടെ ചിന്തകളെ പരാമർശിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ പറയേണ്ടതാണ്. ഇനിയുള്ളത് നീന്തൽക്കുളമാണ്. ഞാൻ നേരത്തെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, ഈ നീന്തൽക്കുളത്തിൻ്റെ പ്രത്യേകത നൂൽ ബന്ധമില്ലാതെയാണ് കുട്ടികളെ കുളിക്കാൻ വിടുന്നത്. പേരൻസിന് സ്വാഭാവികമായിട്ട് ഇതെന്തായി കാണുന്നത്, ഈ ആൺപിള്ളേരെയും പെൺപിള്ളേരെയും കൂടെ ഇങ്ങനെ നൂൽ ബന്ധമില്ലാതെ. അവിടെ അവരുടെ മറ്റൊരു കൗതുകമാണ്. നമുക്കറിയാം ഒരുപാട് വർദ്ധിക്കുന്ന ക്രൂരതകൾക്ക് പിന്നിലും അടിസ്ഥാനപരമായി കിട്ടേണ്ട അറിവുകളില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർ സ്വാഭാവികമായിട്ടും എൻ്റെ ശരീരം ഇങ്ങനെയാണ്, അവൻ്റെ ശരീരം അങ്ങനെയാണ് എന്നൊരു തിരിച്ചറിവ് അവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞു പോളിയോ വന്ന് തളർന്നുപോയ ഒരു കുട്ടിയുണ്ട്, നടക്കാൻ കാലുകൾ വളഞ്ഞിരിക്കുന്ന വേറൊരു കുട്ടിയുണ്ട്. ഇവർക്കും ആത്മവിശ്വാസം തരികയാണ് നമുക്കും. അപ്പോൾ ഈ ഒരു വൈകല്യത്തെ എന്താ പറയുന്നത്, പ്രദർശിപ്പിക്കാൻ ഭയമില്ലാതെ വരുന്നു. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലൊരു പാട് വന്നാൽ പോലും അത് മറച്ചു വയ്ക്കാനുള്ള വ്യഗ്രതയാണ് നമുക്ക്. നമ്മുടെ കുറവുകളെ മറച്ചു വെച്ചിട്ട് നമ്മൾ ഇല്ലാത്ത ഒരു ഇമേജ് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ശരീരത്തിന് വയ്യാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം എന്തോരം അപകർഷതാബോധം ഉണ്ടാവും. അവനെ സ്വതന്ത്രനാക്കുകയാണ്. നീ ഉടുപ്പൊക്കെ മാറ്റിക്കോ, നിൻ്റെ ആ വളഞ്ഞ കാല് കണ്ടോട്ടെ. അപ്പോൾ അതെനിക്ക് പ്രദർശിപ്പിക്കാൻ ധൈര്യമുണ്ട് എങ്കിൽ അത് അവനിൽ നൽകുന്ന ആത്മവിശ്വാസമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മാനസികമായ കുറവുകളെയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആത്മധൈര്യം. ഞാനിങ്ങനെ കാലുകൾ വളഞ്ഞിരുന്നാലും എനിക്കല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമുണ്ട് എന്ന് അവന് ആത്മവിശ്വാസം വീണ്ടെടുക്കണമെങ്കിൽ ആ വൈകല്യത്തെ പ്രദർശിപ്പിക്കാൻ, അത് പറയാൻ അവന് ധൈര്യമുണ്ടാകണം, അവസരം ഉണ്ടാകണം. അപ്പം നമ്മൾ കാണാത്ത ഭയങ്കരമായ ലക്ഷ്യങ്ങളായിരുന്നു ഇതിൻ്റെ പിന്നിലെന്നും ഈ കുട്ടികൾ പിന്നീട് എവിടെ എത്തിയെന്ന് എഴുത്തുകാരി പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ തരുമ്പോൾ അവർക്കതുണ്ടാക്കിയ ആത്മവിശ്വാസം എത്രത്തോളമായിരുന്നു, അവരുടേതായ ഇടം അവരെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാകുന്നത്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യ ശരീരം എത്ര മനോഹരമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. അത് മാസ്റ്റർക്ക് നിർബന്ധമായിരുന്നു. ടോമാസ് സ്കൂളിൽ യാസ്വാക്കി ചാനെ പോലെ പോളിയോ ബാധിച്ച കുട്ടികളുണ്ടായിരുന്നു. മറ്റു തരത്തിൽ അംഗവൈകല്യം വന്നവരും ഉണ്ടായിരുന്നു. കൃശഗാത്രരെല്ലാം ഉണ്ടായിരുന്നു. അവർ ഉടുവസ്ത്രങ്ങളുടെ മറയില്ലാത്ത അവയവങ്ങളുമായി മറ്റുള്ളവരോടൊപ്പം കളിക്കട്ടെ. അത് അവരെ ലജ്ജാശീലത്തിൽ നിന്ന് അകറ്റും, അവരിൽ അപകർഷതാബോധം ഉണ്ടാവാതെ സൂക്ഷിക്കും. ഇത്തരത്തിലായിരുന്നു മാസ്റ്റർ ചിന്തിച്ചത്. വൈകല്യങ്ങൾ കാരണം ലജ്ജാലുക്കളും വിമുഖരുമായി തീർന്ന കുട്ടികൾ കുറേശ്ശെ സ്വയം തിരിച്ചറിയുകയും അവരുടെ വൈകല്യം ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരോടൊപ്പം കാര്യങ്ങൾ ചെയ്തു തീർക്കാനും തങ്ങളുടെ അപകർഷതാബോധത്തെ പൂർണ്ണമായി കീഴടക്കാനും അവർ പരിശീലിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഭയങ്കരമായ ഒരു
പ്രത്യേകത ആ സ്കൂളിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ വേനൽ അവധിയുടെ ക്യാമ്പിംഗ് എങ്ങനെയായിരുന്നു? കുട്ടികളെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക, അവിടെ വെച്ച് ഇവരെന്തൊക്കെ കണ്ടു എന്നപ്പോൾ ഒരാൾ കാണുന്നതല്ല മറ്റൊരാൾ കാണുന്നത്, അങ്ങനെ ഒരാൾ കാണുന്ന കാഴ്ച തന്നെ ആയിരിക്കില്ല, ആ വിധത്തിലായിരിക്കില്ല മറ്റൊരാളുടെ മനസ്സിലുണ്ടാകുന്നത്, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഉള്ള അവസരമായിരുന്നു ആ ക്യാമ്പിങ്. അവിടെ അവളൊരു കുസൃതി കാണിക്കുന്നുണ്ട്. യാസ്വാക്കി ചാൻ എന്ന് പറയുന്ന പോളിയോ ബാധിച്ച കുട്ടിയെ ഒരു തരത്തിൽ ആദ്യമായിട്ട് മരത്തിൽ കയറാൻ സഹായിക്കുന്നു. അത് മറ്റുള്ളവരുടെയൊക്കെ ഒരുപാട് വിമർശനത്തിനായെങ്കിലും അവൾ അവസാനം പറയുന്നുണ്ട്, എന്തായിരുന്നാലും അന്നായിരുന്നു യാസ്വാക്കി ചാൻ ആദ്യമായും അവസാനമായും ഒരു മരത്തിൽ കയറിയത്. പോളിയോ ബാധിച്ച് കാല് തളർന്ന ഒരു കുട്ടിയെ ഒരു മരത്തിൽ കയറാൻ പ്രാപ്തനാക്കണമെങ്കിൽ അവൾക്ക് എന്തോരം ഊർജം അവളിലുണ്ടായിരുന്നു, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, മറ്റവൻ എത്രത്തോളം അത് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമായിരുന്നു. ഒരു കുട്ടി വരുന്നുണ്ട്, താക ഹാഷി എന്ന് പറയുന്ന പുതിയ ചങ്ങാതി. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ആർക്കും ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാമെന്ന ടോമോ നിയമത്തെ ഉള്ളാലെ സ്തുതിച്ചുകൊണ്ട് സ്വപ്ന നഗരമായ ഒസാക്കയിൽ നിന്ന് വരുന്ന അവനെ വിട്ടുപിരിയാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ബെഞ്ചിൽ ഇത്രയും പേര്, സെക്കൻഡ് ബെഞ്ചിൽ അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരിക്കാം, സ്വതന്ത്രമായി അവരോട് സംസാരിക്കാം. അപ്പോൾ ഒരു കുട്ടി, എല്ലാ കുട്ടികളും വ്യത്യസ്തമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന്, സാമ്പത്തിക അവസ്ഥയിൽ നിന്നൊക്കെ വരുന്നതാണ്, സാമൂഹിക പശ്ചാത്തലത്തെ ഈ വിശ്വാസങ്ങളിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം മിങ്കിൾ ചെയ്യാനും ഒരു സമൂഹത്തെക്കുറിച്ചിട്ടുള്ള ഏകദേശ അറിവ് കുട്ടിക്ക് കിട്ടാനും സഹായിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ പരിശീലനം. അതുപോലെ തന്നെ ഭക്ഷണ സമയത്ത് നമ്മൾ പറയും മിണ്ടാതിരിക്കണം, പക്ഷെ ഇവിടെ കുട്ടികൾ സംസാരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കാരണം നിനക്ക് എന്താണ്, അങ്ങനെ ഒരു എന്താ കറി, അപ്പോൾ എനിക്കിതാ, അങ്ങനെ അവർ തമ്മി അതെല്ലാം ഷെയർ ചെയ്ത് കഴിക്കട്ടെ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലായിരുന്നു. പിന്നെ റോക്കിയും ടോട്ടോച്ചാനും, അവളുടെ പട്ടിക്കുട്ടിയാണ് റോക്കിയും ടോട്ടോച്ചാനും, അവർ തമ്മിലുള്ള എന്താ പറയുന്ന നമുക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്ന ഹൃദയസ്പർശിയായ ബന്ധത്തെ വിവരിക്കുന്നുണ്ട് 100-101 പേജുകളിൽ. അതിലറിയാതെ ഈ റോക്കി അവളുടെ ചെവി കടിക്കുന്നതും അതിനെ അവളുടെ അച്ഛൻ അവനെ വഴക്ക് പറയുമെന്ന് തോന്നുന്ന സമയത്ത് അവളുടെ സങ്കടം അത് മറച്ചു വയ്ക്കാൻ അവൾ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട്, ഏത് പ്രായത്തിലും നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമായിട്ട് വരും. പിന്നീട് നവംബറിലെ കായികമേള പേജ് നമ്പർ 103 അത് മീൻ വായിലൂടെയുള്ള ഓട്ടം, അമ്മയെ പിടിക്കാൻ ഓട്ടം എന്നൊക്കെ പറഞ്ഞ് കഞ്ഞിയും കറിയും കളിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വിട്ടുപോയ ഒരു കാര്യമാണത്. കാരണം കഞ്ഞിയും കറിയും കളിക്കുമ്പോൾ ഒരു വീടിൻ്റെ മാനേജ്മെൻറ്റാണ് ആ കുട്ടിയിലൂടെ ആ കളിയിലൂടെ ഒരു കുട്ടി നേടുന്നത് എന്ന് ഒരുപാട് റിസർച്ചുകൾ വന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മൊബൈലൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഗെയിമുകളും ഒക്കെ വരുമ്പോൾ ഈ കഞ്ഞിയും കറിയും കളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല ഇപ്പോൾ എങ്ങനെയാണ് കളിച്ചിരുന്നത്. അവിടെ ഒരു കട നടത്തുന്നുണ്ട്, ഓടിൻ്റെ കഷ്ണങ്ങളും ഒക്കെ പെറുക്കിയിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നു, കടലാസിൽ എഴുതി വയ്ക്കുന്നു. നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന എന്താ പറയുന്നത് തേയിലയായിട്ട് നമ്മൾ ആ കരടെടുക്കുന്നു, അരിയായിട്ട് നമ്മൾ മണ്ണെടുക്കുന്നു, പഞ്ചസാര ഉണ്ടാക്കുന്നു, പച്ചക്കറികളായിട്ട് നമ്മൾ ഇലകളെ എടുക്കുന്നു, മീൻ പാളയിൽ വെച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു വീടിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തെയാണ് കുട്ടി അറിഞ്ഞിരുന്നത് ബാല്യത്തിലൂടെ എന്ന് തീർച്ചയായിട്ടും വളരെ റിസർച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നു. ഇനി ഇവർക്ക് സമ്മാനം കൊടുക്കുന്നതാണ് രസം. അദ്ദേഹം ഓരോ പച്ചക്കറികളാണ് കൊടുക്കുന്നത്. എന്നിട്ട് പറയും ഇന്നത്തെ നിങ്ങളുടെ ആഹാരത്തിൽ ഈ പച്ചക്കറി ഉൾപ്പെടുത്തണം, കാരണം ഇത് നിങ്ങൾ സമ്മാനമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ നേടിയതാണത്, കൃഷി ചെയ്തല്ലെങ്കിൽ കൂടി. അപ്പോൾ അതവർക്ക് ഭയങ്കര ആത്മവിശ്വാസം തരും. കൊച്ചിലെ മുതൽ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടാക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. അത് സമ്മാനത്തിലൂടെ ആയിക്കോട്ടെ, സ്വയം കൃഷി ചെയ്തായിക്കോട്ടെ, എൻ്റെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണെന്ന് ബാല്യത്തിലൂടെ പഠിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ പച്ചക്കറികളെ നിങ്ങൾ സ്വയം സമ്പാദിച്ചതാ, വീട്ടിലെല്ലാവരുടെയും ഭക്ഷണത്തിനുള്ള വക നിങ്ങൾ ഒറ്റയ്ക്ക് സമ്മാനത്തിലൂടെയാണല്ലോ അധ്വാനിച്ച് ഉണ്ടാക്കിയത് കേട്ടോ, അതൊന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അത് കഴിക്കുമ്പോൾ അവൾ തന്നെ പറയുന്നുണ്ട് അന്ന് പതിവില്ലാത്ത ഒരു രുചി തോന്നിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് കവി ഈസ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ. അവളെ അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഈ നിമിഷ കവി എന്നൊക്കെ പറയുന്ന പോലെ പാട്ടുകൾ പഠിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രദ്ധ തന്നിരുന്നു. അതുപോലെ തന്നെ കൈകൾ കൊണ്ട് സംസാരിക്കുന്ന വിദ്യ. നമുക്കറിയാം ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ നോക്കുമ്പോൾ ന്യൂസ് വായിക്കുമ്പോൾ ഒരാൾ അപ്പുറത്തിരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കാണിക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര അതിശയമായി, ഇതെന്താ. പക്ഷേ ആ ചലനങ്ങൾക്കൊരു താളാത്മകതയുണ്ട്, ഒരു സംഗീത ബോധമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് ബധിരരും മൂകരുമായ ആൾക്കാർ നമുക്കിടയിലുണ്ട്, ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അവൾ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ മസ് ഓ ചാൻ എന്ന് പറയുന്നത് അത് കൊറിയൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇന്നും സങ്കടത്തോടുകൂടി പറയാൻ നമുക്കറിയാം. നമ്മളിപ്പം മിണ്ടുമ്പം വിദേശ രാജ്യങ്ങളിലേക്ക് പഠനം എന്നൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ, നിങ്ങൾ വാഴ 2 കാണുന്നത് നല്ലതായിരിക്കും. നമ്മൾ എന്താ പറയുന്നത്, ഈ അക്കരെ നിൽക്കുമ്പോൾ
എന്താ അക്കരെ പച്ച എന്നൊക്കെ നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊക്കെ തോന്നിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അവിടെ സാധാരണ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ആ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ആ സ്കൂള് അതിനെയൊക്കെ മാറ്റിയെടുത്തത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പേജ് 122-23. മസൗച്ചാൻ ഒരു കൊറിയൻ കുട്ടിയായിരുന്നു. അപ്പോൾ ഇതിനോട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിമമാൻഡ അഡിഷി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റൈറ്ററുണ്ട്. അവരുടെ ഒരു സ്പീച്ച് നമുക്ക് കേൾക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ അവർ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നാണ് ആ സ്പീച്ചിൻ്റെത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കാര്യം മാത്രം നമുക്ക് ഒരാളെക്കുറിച്ച് മനസ്സിലായാൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തെക്കുറിച്ച് മനസ്സിലായാൽ പിന്നീട് നമ്മൾ വളർത്തിക്കൂട്ടുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് എന്ന് ചിമമാൻഡ അഡിഷി അവരുടെ ജീവിതത്തെ വെച്ചുകൊണ്ട് അനുഭവങ്ങളെ വെച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗമാണ്. അപ്പോൾ ഇത് നമ്മൾ വായിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റഡ് സാധനമാണ് ചിമമാൻഡ അഡിച്ചിയുടെ പ്രസംഗം എന്ന് പറയുന്നത്. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ പന്നിവാൽ എന്ന് പറയുന്ന 125, 126, 128 ടോട്ടോ ചാൻ ഒരാളവളോ അമ്പരപ്പാണ്. പെൺകുട്ടികളോട് ഹൃദ്യമായി പെരുമാറണമെന്ന് ആരെങ്കിലും പറയുന്നത് അവൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ആൺകുട്ടികൾക്കായിരിക്കും എല്ലായ്പ്പോഴും പ്രാമുഖ്യം. ഒരുപാട് കുട്ടികളുള്ളതായി തനിക്കറിയാവുന്ന കുടുംബങ്ങളിലെല്ലാം ആൺകുട്ടികളാണ് പ്രധാനം. ഊണിനായാലും ലഘുഭക്ഷണ വേളകളിലായാലും ആദ്യം വിളമ്പുക അവർക്കായിരിക്കും. ചില അമ്മമാർ പെൺകുട്ടികൾ സംസാരിക്കുമ്പോൾ ശാസിക്കുന്നത് കേൾക്കാം. നിർത്തുന്നിൻ്റെ ചിലപ്പോൾ പെൺകുട്ടികളായി കണ്ടാൽ മതി, കേൾക്കേണ്ട. പെൺകുട്ടികളെ കണ്ടാൽ മതി, കേൾക്കേണ്ട. അതായത് അവരുടെ ശബ്ദം അവരൊന്നും പറയണ്ട. പക്ഷെ ഇതിന് വിപരീതമായി ഒരു ആൺകുട്ടി എങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് പെരുമാറേണ്ടത്. അവിടുത്തെ ക്ലാസ്സിൽ ഒരു ആൺകുട്ടി ഇവളുടെ മുടി പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ ഈ അധ്യാപകൻ അവനോട് പറയും, മുടി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നീ ക്ഷമ ചോദിക്കണമെന്ന് പറയും. കാരണം അവൾക്ക് വേദനിച്ചു. അത് വേദനിച്ചു എന്ന് അവനറിയണം. അവൻ്റെ പ്രകൃതം അല്ലെങ്കിൽ അവൻ്റെ പെരുമാറ്റ രീതി അവൻ്റെ കൂടെ ഇരിക്കുന്ന പെൺകുട്ടിക്ക് ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് അവനെ തിരിച്ചറിയാൻ പരിശീലിപ്പിച്ചാൽ മാത്രമേ അവന് കുടുംബത്തിൽ നിന്ന് തന്നെ കൊടുക്കുന്ന സുപ്പീരിയോറിറ്റിയാണ് എനിക്ക് എന്തും ചെയ്യാം എന്ന് ഒരു ക്രൂരത അവൻ്റെ മനസ്സിൽ വളർത്തുന്നത് അല്ല. നീ ഉപദ്രവിച്ചാൽ നിനക്ക് ഉപദ്രവിക്കപ്പെടുന്നത് പോലെ നീ ഉപദ്രവിക്കപ്പെടുന്നത് പോലെ തന്നെയാണ് ആ പെൺകുട്ടിക്കും തീവ്രമായി വേദനിക്കുന്നത് ശാരീരികമായും മാനസികമായും എന്ന ഒരു അറിവ് ഈ സ്കൂളിൽ നിന്ന് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇവരെല്ലാവരും കാണുമ്പോൾ ആ കുട്ടികളിൽ ആൺകുട്ടി എന്ന പെൺകുട്ടികളൊന്നും വ്യത്യാസമില്ലാതെ ഇവരുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മളുടെ ഇനിയുള്ള തലമുറയ്ക്ക് നമുക്ക് അധ്യാപകർക്കും കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അറിവായിരിക്കും. അവർ സ്വതന്ത്രരായി ജീവിക്കട്ടെ. പക്ഷേ സ്വതന്ത്രരായി ജീവിക്കുമ്പോൾ അതിൻ്റെ ചിന്തകൾ അവരിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് അദ്ദേഹം ഒരു ആൺകുട്ടി അവളെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലായപ്പോൾ ക്ഷമ ചോദിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ അറിവ്. ആ അറിവ് കൃത്യസമയത്ത് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്ഥാനമാണ് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും. അല്ലാതെ നമ്മൾ വരയിട്ടിട്ട് അതിലൂടെ നടന്നു പോകണം എന്നല്ല. ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞു പോയ അറിവില്ലായ്മയുടെ തെറ്റുകൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു പ്രായശ്ചിത്തമായിട്ട് തന്നെയാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അരയന്നെ പൊയ്ക എന്ന നൃത്തശില്പം, ഇത് കുട്ടികൾ തന്നെ എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. തുറന്ന പാചകശാല നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഒന്നാണ്. ആൺകുട്ടികൾ ഇന്ന് ഒരുവിധപ്പെട്ട എല്ലാ ആൺകുട്ടികളും അവർ ജോലി കിട്ടി പുറത്ത് പോകുമ്പോൾ അവർ തന്നെയാണ് പാചകം ചെയ്യുന്നത്. അത് വളരെ ഭാഗ്യമായ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും യങ്സ്റ്റേഴ്സ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് ഒരു ഭാര്യയും അതേപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഒരു ഉദ്യോഗം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവൾക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ അടുക്കളയിൽ സഹായിക്കുന്ന കുട്ടികളെ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു പരിശീലനം പാചകശാല സ്കൂളിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുറിവേറ്റവരെ കാണാൻ പോകുന്നു. സമൂഹത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുണ്ട്. ആശുപത്രികളിൽ ഒരു വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും അവർ സന്ദർശിക്കുമ്പോഴാണ് നമുക്ക് തോന്നും ഇങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ഉണ്ടാകുന്നൊരു സഹാനുഭൂതി, ഒരു കമ്പാഷൻ, അവരുടെ സഹായിക്കാൻ തയ്യാറാകലുകൾ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത്. പിന്നെ നാടകം അവരെങ്ങനെയാണ് ചെയ്തത്, ചോക്ക് ഇഷ്ടം പോലെ വരയ്ക്കാം. അപ്പോൾ ഭിത്തിയിലൊക്കെ കുട്ടികൾ വരച്ചോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സമയം വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് തന്നെ അനുഭവമുണ്ട്, ബെഡ്റൂമുകളിലെല്ലാം വരച്ചിട്ട് നമ്മുടെ റൂമിൽ ഡ്രോയിങ് റൂമിലും വരയ്ക്കും. പക്ഷേ ഡ്രോയിങ് റൂം പെയിൻറ്റ് ചെയ്തപ്പോൾ ആ കുട്ടിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്, അമ്മുമ്മ ഇവിടെ വരയ്ക്കണ്ട അല്ലേ, ഇത് പെയിൻറ്റ് ചെയ്തതാ, അപ്പം ഞാൻ ബെഡ്റൂമിൽ വരച്ചോളാം എന്ന് പറയുന്ന തിരിച്ചറിവ് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. അതിന് സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ടാണ് ആ മുറി പെയിൻ്റ് അടിച്ചപ്പോൾ അവിടെ വരയ്ക്കേണ്ടതില്ല എന്ന് അവൾക്ക് സ്വയം തീരുമാനിക്കാനായത്. അപ്പോൾ ഇങ്ങനെ
കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും. ഇനിയാണ് 189 പേജിൽ വലുതാകുമ്പോൾ ആരാകണം. അവൾ ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ, എനിക്ക് ഈ സ്കൂളിലെ ടീച്ചറാകണം. കാരണം ആ സ്കൂളാണ് അവളെ മോൾഡ് ചെയ്തത്. തീർച്ചയായിട്ടും ആ സ്കൂളിലെ ടീച്ചറായാൽ അത് സമൂഹത്തിലേക്ക് അവളെ പോലുള്ള ഒരുപാട് സ്വതന്ത്രരായ കുട്ടികളെ, ചിന്താശക്തിയുള്ള കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റുന്നൊരിടമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇനി കഥാവശേഷത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ കുട്ടികൾ എവിടെയൊക്കെ എത്തി. ഇങ്ങനെ ഒരു ശിക്ഷണം തന്നിട്ട് ആ കുട്ടികൾ ആരും മോശമായില്ല സമൂഹത്തിൽ. ആ കുട്ടികൾ എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾ തനിയെ വായിച്ച് അറിയേണ്ടതാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അകിര തകാഹാഷി എന്ത് ചെയ്യുന്നു, അതുപോലെ ഓരോരുത്തരും അത് നിങ്ങൾ തനിയെ തന്നെ വായിക്കണം. മിയോച്ചാൻ എന്ത് ചെയ്യുന്നു, സാക്കോ മത്സുയാമ എന്ത് ചെയ്യുന്നു, തായ്ജി യമനൗച്ചി എന്ത് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണത അതാണ്. ഓരോ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ ഇവരെങ്ങും എന്നും എത്തൂല്ല, അല്ലെങ്കിൽ പേരൻസിൻ്റെ ഒരു ആശങ്കയുണ്ടാവും. ഇതിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ ഓരോ കുട്ടികളും എവിടെ എത്തി എന്ന് കൃത്യമായി ടോട്ടോച്ചാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അവൾ പറയുന്നുണ്ട്, ഇത് എന്നെ ഞാനാക്കിയ സ്കൂളിനും ആ അധ്യാപകനും വേണ്ടിയിട്ടുള്ള ഒരു അക്ഷര അഞ്ജലിയായിട്ടാണ് ഞാനിത് എഴുതിയതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ആ പോളിയോ ബാധിച്ച ആ കുട്ടി മരിച്ചുപോയി. അപ്പോൾ അതും അവർക്കൊരു വലിയ അനുഭവമാണ്. കൂട്ടത്തിൽ ഒരു കുട്ടി മരിക്കുന്നു, അതിനെ കാണുന്നു. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് നമ്മൾ എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞു, ആ നിമിഷങ്ങളൊന്നും ഇനി തിരിച്ചു വരൂലേ. കാരണം ഒരു മരണം ഉണ്ടാക്കുന്ന ശൂന്യത എന്താണെന്ന് ആ പ്രായത്തിൽ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, ഒരുപാട് എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരുപാട് പാഠങ്ങൾ ഓരോ പ്രായത്തിലും നമ്മളെ പഠിപ്പിക്കുന്ന, ഒരിക്കലും പ്രാധാന്യം കുറയാത്ത, അല്ലെങ്കിൽ ഓരോ വർഷവും പ്രാധാന്യം കൂടുന്ന, ഓരോ കാലഘട്ടത്തിലും പ്രാധാന്യം കൂടുന്ന ഈ ടോട്ടോച്ചാൻ കുട്ടികളല്ല വായിക്കേണ്ടത്, അതിനു മുമ്പേ അധ്യാപകർ വായിക്കണം, രക്ഷകർത്താക്കൾ വായിക്കണം എന്നുള്ള ഒരു എന്താ പറയുന്നത് പങ്കുവയ്ക്കലിലൂടെ ഞാനും ഇത് വായിക്കുന്നു, എനിക്കാകുന്നതും നമുക്ക് ചെയ്യാം ഒരുമിച്ച് എന്ന് നമുക്ക് തീരുമാനിക്കാം.